അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സൽക്കാരമായ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു എന്ന് പറയാൻ ഇവിടെ എത്തിപ്പെട്ടതിലെ യാദൃച്ഛികതയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എത്ര മനോഹരമാണ് ഈ ക്യാമ്പസും ഈ സമ്മേളനവുമൊക്കെ. ഇതൊരുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമായ ഒരുപാട് മഹത്തുക്കളെ ഇവിടെ സ്മരിക്കുകയുണ്ടായി. എനിക്ക് ഓർമ്മ വരുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവർ ചെയ്ത നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞുപോയ ഒരു വചനം. ആ വചനത്തിന് ഒരന്തരീക്ഷമുണ്ടായിരുന്നു. ആ അന്തരീക്ഷം മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു എന്ന ഒരു ചെറുപ്പക്കാരൻ്റേതായിരുന്നു. അനസ് ബിൻ നദർ ഒരു നല്ല യോദ്ധാവായിരുന്നു, ഒരു യുവാവ്. ഇസ്ലാമിന് വേണ്ടി എന്തും ചെയ്യാൻ, എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധനായ ഒരു യുവാവ്. ഈ നാദാപുരത്തെ അൽ ഫുർഖാനിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരെ പോലെയുള്ള ഒരു മനുഷ്യൻ. എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളൊരു മനുഷ്യൻ. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ ആദ്യത്തെ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആദ്യത്തെ പോരാട്ടം ബദറായിരുന്നു. അതിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ ബദറിൻ്റെ ചരിത്രം അയവിറക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തിരുമേനിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, പ്രവാചകരെ, അനസ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, തൊട്ടടുത്തൊരവസരം കിട്ടുകയാണെങ്കിൽ അനസ് ആരാണെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കും എന്ന്. അതൊരു വല്ലാത്ത വാക്കാണ്, വല്ലാത്ത ഒരു പ്രതിജ്ഞയായിരുന്നു അത്. അനസിന് അവസരം ലഭിച്ചു. ഉഹദ് യുദ്ധത്തിൻ്റെ പ്രഖ്യാപനമുണ്ടായി. ആ പ്രഖ്യാപനത്തിൽ അനസ് റളിയല്ലാഹു അൻഹു വല്ലാതെ സന്തോഷിച്ചു. അനസ് ബിൻ നദറിൻ്റെ ആ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പിതൃവ്യപുത്രനായ മറ്റൊരു അനസാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സഹീഹായ ഹദീസിലൂടെ ഈ ചരിത്രം അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പോർക്കളത്തിലേക്കിറങ്ങി. ഉഹദ് യുദ്ധത്തിൻ്റെ പോർക്കളത്തിലാണ്. ഉഹദ് യുദ്ധത്തിൽ സംഭവിച്ചതെന്ത് എന്ന ചരിത്രം നമുക്കറിയാം. ആദ്യം മുസ്ലിം സമൂഹത്തിന് വിജയമുണ്ടായെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണമായി ഒരു പരാജയം ഏൽക്കേണ്ടി വന്നു. ആ സമയത്ത് പരാജയപ്പെടുത്താൻ കാരണക്കാരായ രണ്ട് വിഭാഗം ആളുകളിലേക്കും അനസ് ബിൻ നദർ നോക്കുന്നുണ്ട്. ഒന്നാമതായി പിറകെ വന്ന മുശ്രിക്കുകളുടെ നേർക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സനഅ ഹൗലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീഴ്ച കൊണ്ട് ഈ ആളുകൾ ചെയ്ത പ്രവർത്തനം കാരണമായി ഞാൻ നിന്നോട് ഒഴിവ് കഴിവ് ചോദിക്കുന്നു എന്ന് അള്ളാഹുവിനോട് പറയുകയാണ്. രണ്ടാമത്തേത് മുസ്ലിം സമൂഹമാണ്. തിരുമേനി ഒരു മലമുകളിൽ നിർത്തിയിരുന്ന അമ്പെയ്ത്തുകാർ തിരുമേനിയുടെ സമ്മതമില്ലാതെ ഇറങ്ങിപ്പോയതാണ്. അവരെ നോക്കി അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മ സനഅ ഹൗലാ. അല്ലാഹുവേ, ഈ ആളുകൾ ചെയ്തതിൽ എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ എൻ്റെ നിരപരാധിത്വം ഇതാ നിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നു എന്ന്. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെല്ലുമ്പോൾ പിതൃവപിത്രനായ അനസ് ബിൻ മാലിക് പിടിച്ചു വെക്കുന്നുണ്ട്. ആ രംഗം അനസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓടിച്ചെല്ലുന്നത് പോർക്കളത്തിലേക്കാണ്. മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണപ്പെട്ടു എന്ന കിംവദന്തി പരക്കുകയും ചെയ്ത യുദ്ധം. ആളെ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്ന രംഗം. ഓടിച്ചെല്ലുമ്പോൾ അനസ് പിടിച്ചു വെക്കുന്നുണ്ട് അനസ് ബിൻ നദറിനെ. ആ പിടിച്ചുവെക്കലിൽ നിന്ന് മോചിതനായിക്കൊണ്ട് മുമ്പോട്ട് വന്ന അനസ് പറഞ്ഞു, തൻ്റെ പിതൃവ്യപുത്രനായ അനസിനോട് പറഞ്ഞു, യാ അനസ് ഇന്നി അജിദു റീഹൽ ജന്ന. അനസേ, ഈ ഉഹദിൻ്റെ രണാങ്കണത്തിൽ സ്വർഗത്തിൻ്റെ വാസന എനിക്ക് അനുഭവപ്പെടുന്നു എന്ന്. സ്വർഗത്തിൻ്റെ വാസന, സ്വർഗമല്ല, സ്വർഗത്തിൻ്റെ വാസന. സ്വർഗത്തിൻ്റെ വാസന ലഭിക്കാത്തവരെക്കുറിച്ച് പോലും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിനൊരു ഗന്ധമുണ്ട്. ആ ഗന്ധം ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുണ്ട്. എനിക്ക് ഇവിടുത്തെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലുമൊക്കെ ചില ആളുകളെക്കുറിച്ചുള്ള പരാമർശം കേട്ടപ്പോൾ അനസ് ബിൻ നദീറിന് ഓർമ്മ വന്നു. സ്വർഗത്തിൻ്റെ ഗന്ധം അറിഞ്ഞതുകൊണ്ടും കേട്ടതുകൊണ്ടുമായിരിക്കണം അവർ ഓടി വന്നത് ഇങ്ങോട്ട്. അവസാനം അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഉഹദിൻ്റെ ഷഹീദായി. പക്ഷേ ഉഹദ് യുദ്ധം കഴിഞ്ഞ് പോരാളികളുടെ കണക്കെടുക്കുമ്പോൾ ഒരാളെ കാണുന്നില്ല. മരിച്ച കൂട്ടത്തിലുമില്ല, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലുമില്ല. ആദിയായി തെരഞ്ഞു നടക്കുകയാണ് നബിയും സഹാബത്തും. ആ സമയത്ത് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൈപ്പടം അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരി തിരുമേനിയുടെ മുമ്പിലേക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ കൈപ്പടം തിരുമേനി തൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് സൂറത്തു അഹ്സാബിലെ ഒരു ആയത്ത് പാരായണം ചെയ്തു. ആ ആയത്ത് അന്ന് അവതരിച്ചതായിരുന്നില്ല. പക്ഷെ തിരുമേനി സൂറത്ത് അഹ്സാബിലെ 23-ാമത്തെ വചനം, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി വമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലൂ തബ്ദീലാ. മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആണുങ്ങളുണ്ട്. ആണുങ്ങളെന്ന് പറഞ്ഞാൽ ചില ശൂരന്മാരുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, അവർ സദഖൂ മാ അഹദുല്ലാഹ്, അല്ലാഹുവുമായി ഉണ്ടാക്കിയ കരാർ അവർ സത്യസന്ധമായി പുലർത്തി. അനസ് ബിൻ നദർ ഉണ്ടാക്കിയ കരാർ, തൊട്ടടുത്ത ഒരു യുദ്ധമുണ്ടെങ്കിൽ അനസ് ആരാണെന്ന് അല്ലാഹുവിന് കാണിച്ചു കൊടുക്കുമെന്നായിരുന്നു. ആ കരാർ അനസ് ബിൻ നദർ പൂർത്തിയാക്കി. ഈ ക്യാമ്പസിൻ്റെ മുറ്റത്ത് നിന്ന് ഈ സമ്മേളനത്തിൻ്റെ തൊട്ടു മുമ്പ് മരണപ്പെട്ടുപോയ മഹാനായ മനുഷ്യനെ ഞാൻ ഓർക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കരാർ പൂർത്തീകരിച്ചാണ്, സത്യസന്ധമായി പൂർത്തീകരിച്ചാണ് കടന്നുപോയത്. ഇപ്പോൾ ഇതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തിട്ടുള്ള, ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ ആയത്തിൻ്റെ തൊട്ടടുത്ത വാക്കാണ്. വമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലൂ തബ്ദീലാ. ചിലർ അവരുടെ ഊഴം കഴിഞ്ഞു പോയെങ്കിൽ ഇതാ നിങ്ങളുടെ ഊഴത്തിന് സമയമായിട്ടുണ്ട്.
നിങ്ങളുടെ ഊഴത്തിൻ്റെ സമയമാണിപ്പോൾ, അതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ്. സ്വർഗത്തിലേക്ക് പോയ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് ഇത്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഒരു യാദൃച്ഛികത എനിക്ക് അനുഭവപ്പെടുന്നു എന്ന്. അതിലെ യാദൃച്ഛികത, സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ മരിച്ചേ തീരൂ. മരിച്ചേ തീരൂ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ. ഭൂമിയിൽ സ്വർഗം തരാമെന്ന് അള്ളാഹു ഏറ്റിട്ടില്ല. ചില ആളുകളൊക്കെ ഭൂമിയിൽ സ്വർഗം തരാമെന്ന് പറയാറുണ്ട്. മരിക്കാൻ വെറുപ്പും മടുപ്പുമുള്ളവരാണ് നമ്മളൊക്കെ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് നൽകുന്ന കടുപ്പമുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകും. വല്ലാത്ത വേദന, അസഹ്യമായ വേദന. ആ വേദന വരുമ്പോൾ ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് ദയാവധം നടത്താമെന്നാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് 6 മാസം മുമ്പ് ഒരു ബില്ലിൻ്റെ കരട് രേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ദയാവധം സാധൂകരിക്കുന്നതിനെ കുറിച്ചുള്ള ബില്ലാണ്. നമ്മുടെ നാടത് അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പാലിയേറ്റീവ് കെയറുകൾ കാണുന്നത്. ദയാവധം അംഗീകരിച്ചിരുന്നുവെങ്കിൽ പാലിയേറ്റീവ് കെയറുകളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഈ കരട് ബില്ലിനെ ലോകത്ത് മനുഷ്യത്വമുള്ള മുഴുവൻ സാമൂഹ്യ പ്രവർത്തകരും മെഡിക്കൽ രംഗത്തുള്ളവരും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം, മനുഷ്യനല്ല തീരുമാനിക്കേണ്ടത് മനുഷ്യൻ എപ്പോൾ പോകണമെന്ന്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഒരജലുണ്ട്, ഒരവധിയുണ്ട്. ആ അവധിയിൽ നാം പോയേ തീരൂ. അത് നിർബന്ധമാണ്. അങ്ങനെ പോകേണ്ടവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ചില പരീക്ഷണങ്ങൾ അള്ളാഹു നൽകും. ആ പരീക്ഷണങ്ങൾ ചിലപ്പോൾ വേദനകളാകാം, പ്രതിസന്ധികളാകാം, പ്രയാസങ്ങളാകാം, മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. എന്തായാലും ശരി, നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളുടെ ക്യാൻസർ വാർഡുകളിലൂടെ നിങ്ങളൊന്ന് നടന്നു നോക്കിയാൽ കാണാൻ സാധിക്കും വേദന കൊണ്ട് പിടയുന്ന സഹോദരങ്ങളെ, ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ. പക്ഷേ മരിക്കുകയില്ല. അതിന് അല്ലാഹു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാണോ ജീവിതം നമുക്ക് മധുരമായി തോന്നുന്നത്, ആ മധുരമുള്ള സന്ദർഭത്തിലായിരിക്കും അല്ലാഹുവിൻ്റെ പരീക്ഷണം കടന്നു വരിക. അത്തരത്തിലുള്ള ഒരു പരീക്ഷണം ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വളരെ യാദൃശ്ചികമായി ഇത്തരമൊരു സംസാരം നടത്താനുള്ള യോഗ്യത എനിക്ക് കിട്ടിയത്. ഒരു കൊച്ചു സഹോദരൻ ഇന്ന് ഈ പരിപാടി ഇവിടെ ആരംഭിക്കുമ്പോൾ ഓതിവെച്ച ആയത്തുകൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. അതിമനോഹരമായിരുന്നു കൊച്ചുമോൻ്റെ അവതരണം. നമ്മൾ ആലോചിക്കേണ്ടത്, വല്ലാത്ത വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ആ കുട്ടി നമ്മളോട് പറഞ്ഞത് വല്ലാത്ത വചനം. എനിക്ക് യാദൃശ്ചികത അനുഭവപ്പെടുകയാണ്. എന്നോട് പറയുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നമ്മളോട് പറയുകയാണ് ആ കൊച്ചുമോൻ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. എനിക്കറിയില്ല ആ കൊച്ചുമോൻ ഈ ആയത്ത് പാരായണം ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചോ എന്ന്. ഇവിടെ വന്ന് മുസഹഫ് ചോദിച്ച് മുസഹഫ് മറിച്ച് ആ കുട്ടി പാരായണം ചെയ്ത വാക്കുകൾ അതായിരുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. അർത്ഥം പറയേണ്ടതില്ലാത്ത വിധം ഈ സദസ്സ് ആ വചനത്തെക്കുറിച്ച് പ്രബുദ്ധമാണെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം പറയുന്നില്ല. ഞാൻ ഓർക്കുന്നത് മറ്റൊരു സംഭവമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുഞ്ഞുമോൻ ഇന്നിവിടെ ഓതിയ ആയത്തില്ലേ, ആ ആയത്ത് ഓതിക്കൊണ്ട്
ബദറിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. ബദർ യുദ്ധ രണാങ്കണത്തിൻ്റെ തൊട്ടടുത്ത് തിരുമേനി നിന്ന് സംസാരിക്കുകയാണ്. നബി ഓതിയത് ഇതേ വചനമാണ്, സൂറത്ത് ആൽ ഇംറാനിലെ ഈ വചനം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടി വരിക, ധൃതിപ്പെടുക. വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശങ്ങളോടും ഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കപ്പെട്ടതാണ് അത് എന്ന്. ഇത് കേൾക്കേണ്ട താമസം ഒരുപാട് ആളുകൾ ബദർ രണാങ്കണത്തിലേക്ക് ഓടിയിറങ്ങുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഉമൈർ ഇബ്നു ഹമ്മാം അൽ അൻസാരി, ആ പേരുകൾ നിങ്ങൾ മറന്നു പോകരുത്. ഉമൈർ ഇബ്നുൽ ഹമ്മാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഓടി വരികയാണ്. ഓടി വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബാഗ് ഉണ്ട്, പിന്നിൽ തൂക്കിയിട്ട ഒരു സഞ്ചി. ആ സഞ്ചിയിൽ നിന്ന് ഒരു കാരക്ക എടുത്ത് കടിച്ചുകൊണ്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നത്. അദ്ദേഹം വന്നുകൊണ്ട് നബിയോട് പറഞ്ഞത്, ബഖിൻ ബഖിൻ ജന്നത്തുൻ അർദുഹസ് സമാവാതു വൽ അർദ്. ബഖിൻ ബഖിൻ അറബി ഭാഷയിൽ ദ്വയാർത്ഥമുള്ള ഒരു വാക്കാണത്. അത് ചില സമയത്ത് പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മളൊരു പുതുമയുള്ള കാര്യം പറയുമ്പോൾ ഓഹോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പരിഹസിക്കാനാവും, ചിലപ്പോൾ ആ പറഞ്ഞതിൽ സന്തോഷം കൊണ്ടുകൊണ്ടുമാകും. ഈ സഹോദരൻ്റെ മുഖത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നോക്കി. നബിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞത് പരിഹസിച്ചുകൊണ്ടല്ല, സന്തോഷിച്ചുകൊണ്ടാണ് എന്ന്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നബിയെ, ഈ പറഞ്ഞത് ശരിയാണോ? ആകാശത്തേക്ക് അദ്ദേഹം നോക്കുന്നുണ്ട്. ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്ന അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് ഒരിക്കൽ പറഞ്ഞു, അന്ന് ഉമൈർ ആകാശത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കണ്ടിരിക്കുക താഴെയുള്ള ആകാശം മാത്രമായിരിക്കും. 7 ആകാശങ്ങളുണ്ട്. ആ ആകാശങ്ങൾ പ്രവിശാലമാണ്. ഓരോ ആകാശങ്ങൾക്കിടയിലും വലിയ ദൂരമുണ്ട്. ഭൂമി വളരെ വലുതാണ്. ഈ ആകാശങ്ങളോളം ഭൂമിയോളം വിശാലമായ സ്വർഗമോ എന്നായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമൈർ ചോദിച്ചത്. അതെ, അതായിരുന്നു ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, അതെ അതെ, ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആലോചിച്ച് നോക്കൂ, ഉമൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന കാരക്ക, ഒരു കാരക്ക കഴിക്കാൻ എത്ര സമയം വേണമെന്ന് നമുക്കറിയാം. ആ കാരക്ക മുഴുവനാക്കാതെ അദ്ദേഹം വായയിൽ നിന്ന് തുപ്പി, ചവച്ച കാരക്ക തുപ്പി ബദറിൻ്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹം മടരാടി ഷഹീദായി. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സഹോദരങ്ങളെ, ഇതാണ് സ്വർഗം. ഒരു രോഗം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ, ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വരുമെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമുക്ക് വരേണ്ടത് ദുഃഖമല്ല. നമ്മൾ പരവശരാകരുത്, നമ്മൾ പ്രയാസപ്പെടരുത്. അതിനല്ലാതെ നമുക്കവിടെയുള്ളത് സന്തോഷമാണ്. നമുക്കറിയാം, നമ്മുടെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത് എത്ര മനോഹരമായാണ് എന്ന്. അവിടെയുള്ളത് സഹോദരങ്ങളെ സന്തോഷമാണ്. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ആലോചിക്കാൻ പോലും പറ്റാത്ത അനുഭവം. അതുകൊണ്ട് സ്വർഗം വിളിക്കുന്ന വിളി കേൾക്കണമെങ്കിൽ നമ്മൾ മരണത്തെ സ്നേഹിക്കണം. മരണത്തെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. റബ്ബിന് നമ്മെ വല്ലാതെ ഇഷ്ടമാകുമ്പോൾ മരണത്തെ സ്നേഹിക്കാൻ, മരണത്തെ ഇഷ്ടപ്പെടാൻ
അള്ളാഹു നമുക്ക് നൽകുന്ന വാതായനങ്ങളാണ്, സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണ് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും. ഈ ഒരു തിരുത്ത് നമ്മുടെ ജീവിതത്തിൽ നാം നടത്തിയാൽ തീർച്ചയായും നമുക്ക് സ്വർഗത്തിൻ്റെ വിളി കേൾക്കാൻ സാധിക്കും. സ്വർഗത്തിൻ്റെ വാസന ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിക്കാനും കേൾക്കാനും സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ വിശ്വാസികളാകണമെങ്കിൽ സഹോദരങ്ങളെ, ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് മരണത്തെ നാം ഭയപ്പെടുന്നത്? നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതാണ്. മരിക്കുമെന്നുറപ്പുണ്ടെങ്കിൽ ഭയം കൊണ്ട് മരണത്തെ തടുത്തു നിർത്താനാവുമോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. മരിക്കുമെന്നുറപ്പുണ്ടെങ്കിൽ ഭയം കൊണ്ട് മരണത്തെ തടുത്തു നിർത്താനാവുകയില്ലെങ്കിൽ ഈ ലോകത്തൊരു ശക്തിക്കും ഒരു ടെക്നോളജി ഉപയോഗിച്ചും മരണത്തെ തടുത്തു നിർത്താൻ സാധ്യമല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? അള്ളാഹു നമ്മോടല്ലേ പറയുന്നത്? ഒരുപാട് വമ്പന്മാരുടെ പതനം, ആ പതനത്തിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. വല്ലാത്ത ഹൃദയസ്പർക്കായ വാക്കുകളാണ്. ഫറോവയടക്കമുള്ള ഭീകരന്മാരായ രാജാക്കന്മാരുടെ പതനത്തിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് അവരുടെയൊക്കെ ശവശരീരങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ് നാം ഈ വചനം പാരായണം ചെയ്യേണ്ടത്. എത്രയെത്ര എസ്റ്റേറ്റുകളാണ് അവരിവിടെ ഉപേക്ഷിച്ചു പോയത്, എത്രയെത്ര അരുവികൾ, എത്രയെത്ര ജലാശയങ്ങൾ, എത്രയെത്ര മഹോന്നതമായ പദവികൾ. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. എന്തുമാത്രം സുഖത്തിലായിരുന്നു അവരൊക്കെ. എന്നിട്ട് എന്തുണ്ടായി? കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. അതൊക്കെ നാം മറ്റൊരു ജനതക്കനന്തരമായി നൽകിയില്ലേ? എന്നിട്ടോ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ആകാശമോ ഭൂമിയോ അവരുടെ പതനത്തിന് മുമ്പിൽ ഒരിറ്റു കണ്ണുനീര് പോലും പൊഴിച്ചില്ലെന്ന് പറയുന്നത് റഹ്മാനായ റഹീമായ റബ്ബാണ്. ഇന്ന് ഈ മഹാസ്ഥാപനത്തിൻ്റെ വഴിയിൽ നടന്ന് മരണപ്പെട്ടു പോയവരെ കുറിച്ച് ഓർത്തപ്പോൾ നമ്മളൊക്കെ കരഞ്ഞുപോയി, അല്ലേ? നമ്മളെല്ലാവരും കരഞ്ഞിട്ടില്ലെങ്കിലും ആ മനുഷ്യൻ്റെ ബന്ധുക്കളോ മക്കളോ ഒക്കെ കരഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇവിടെയുള്ള മഹാകിങ്കരന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഒരാളും കരഞ്ഞില്ലെന്ന് മാത്രമല്ല, അള്ളാഹു അത് എടുത്തു പറയുന്നു, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. അവരുടെ അധികാരം കൊണ്ടോ അവരുടെ ശക്തി കൊണ്ടോ അവർക്ക് ഒരു സെക്കൻഡ് പോലും സമയം അധികം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, മരിക്കുമെന്നുറപ്പാണ്. നമ്മൾ തയ്യാറാകേണ്ടത് മരിക്കാനാണ്, അല്ലാതെ മരണത്തെ തടുത്തു നിർത്താനല്ല. ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മരണത്തെ തടുത്തു നിർത്താനാണ്. എന്തുണ്ട് വഴി? മരിക്കാതിരിക്കാൻ എന്നതാണ് നമ്മുടെ ശ്രമം. സഹോദരങ്ങളെ, നമ്മൾ തിരുത്തണം. തിരുത്തിയേ തീരൂ. തിരുത്തിയില്ലെങ്കിൽ നമ്മൾ വലിയ അധോഗതിയിലേക്ക് പോകും. സ്വർഗത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. സ്വർഗത്തിൻ്റെ വാസന കിട്ടാത്തവരായി നമ്മൾ മാറിപ്പോകും. നമ്മളറിയണം, എനിക്ക് ഈ ഇവിടെ കൂടിയിട്ടുള്ള മഹാപുരുഷാരത്തോട് പറയാനുള്ളത്, ഈ അൽ ഫുർഖാൻ്റെ ഗേറ്റ് കടന്നു വരുമ്പോൾ, ഇതിന് സഹായം കൊടുക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാസന കിട്ടുന്നവരായി മാറാൻ നമുക്ക് സാധിക്കും. അതാണ് മഹാനായ റബ്ബ് പറഞ്ഞത്. ആരാണ് ഉഇദ്ദത്തിൽ മുത്തഖീൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്? ഏത് മുത്തഖീങ്ങൾക്കാണ് ഒരുക്കി വെച്ചത് എന്ന് പറഞ്ഞത്? ഒന്നാമത്തെ വാക്ക് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. സന്തോഷാവസ്ഥയിലും ദുരിതാവസ്ഥയിലും ചിലവഴിക്കുന്നവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. ഞാൻ കണ്ടിട്ടുണ്ട് വിശുദ്ധ റമദാനിൻ്റെ അതിശക്തമായ ഉഷ്ണമുള്ള പകലുകളിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകർ മരുഭൂമികളിലൂടെ നടക്കുന്നത്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. വിശ്രമമില്ലാതെ
ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന സഹോദരങ്ങളെ കുറിച്ച് ഇവിടെ അധ്യക്ഷൻ ഓർമ്മിപ്പിച്ചു. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ബർക്കത്തും നൽകുമാറാകട്ടെ. അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ മുത്തഖീങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ് എന്നതാണ് എനിക്ക് അവരെ ഓർമ്മിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് സാധിക്കണം. നമ്മുടെ സമ്പത്ത് നമ്മൾ അറിയണം. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശ്വാസോച്ഛ്വാസം നിലച്ചാൽ നമ്മുടേതല്ല, എല്ലാവർക്കും ഉറപ്പുണ്ട്. പക്ഷേ നമ്മുടേതായി സ്വർഗത്തിലേക്ക് ബാക്കിയാകുന്നത്, സഹോദരങ്ങളെ, ആഖിറത്തിലേക്ക് ബാക്കിയാകുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ചെലവഴിച്ചത് മാത്രമായിരിക്കും. അനേകം സംഭവങ്ങളിലൂടെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ അത് കാണിച്ചു തന്നു. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. ആർക്കാണ് സ്വർഗം, ആരെയാണ് സ്വർഗം മാടി വിളിക്കുന്നതെന്ന് പറഞ്ഞതിൽ ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് വൽ കാളിമീനൽ ഗൈർ, ദേഷ്യത്തെ അടക്കി വെക്കുന്നവർ. അവകാശമുണ്ട് ദേഷ്യപ്പെടാൻ. ഞാൻ ദേഷ്യപ്പെട്ടാൽ ഒരു കുഴപ്പമില്ല, എനിക്ക് അവകാശമുണ്ട്. പക്ഷേ എന്നാലും പിടിച്ചു വെക്കാൻ കഴിയണം. പിടിച്ചു വെക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് സ്വർഗത്തിൻ്റെ വാസനയായിരിക്കണം. ആരെങ്കിലും പറഞ്ഞതുകൊണ്ടല്ല, ആരെയും ഭയപ്പെട്ടത് കൊണ്ടല്ല. സ്വർഗത്തിൻ്റെ വാസന കിട്ടാൻ, അപ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് കുടുംബജീവിതം പോലും സംതൃപ്തമല്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. പ്രശ്നം കോപമാണ്. കോപത്തെ സ്വർഗം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചികിത്സിച്ചത്. കോപത്തെ സ്വർഗം കൊണ്ടാണ് ചികിത്സിച്ചത്. വൽ കാളിമീനൽ ഗൈർ, നമുക്ക് സാധിക്കണം. അവിടെയാണ് നമുക്ക് സ്വർഗം കിട്ടുക. മൂന്നാമതായി റബ്ബ് പറയുന്നത് വൽ ആഫീന അനിന്നാസ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് അഫ്വ് ചെയ്തു കൊടുക്കണം. അഫ എന്ന പദം അതിമനോഹരമായ പദമാണ്. അത് വിശുദ്ധ റമദാനിൽ നമ്മൾ ധാരാളമായി കേൾക്കാറുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അഫ എന്ന പദത്തിൻ്റെ ആശയം, സഹോദരങ്ങളെ, മനോഹരമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, അടയാളം പോലുമില്ലാതെ മായ്ച്ചു കളയുന്നതിനാണ് അഫ എന്ന് പറയുന്നത്. ഒരടയാളം പോലും, ഒരസറില്ലാതെ മായ്ച്ചു കളയാൻ കഴിയണം. പറ്റുമോ? ഒരടയാളമില്ലാതെ മായ്ച്ചു കളയാൻ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മായ്ച്ചു കളയൽ? എന്തെങ്കിലും ഒരു രംഗം കിട്ടിയാൽ നമ്മൾ വീണ്ടും പറയും, എന്ത് അന്നത്തെ എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ മറന്നിട്ടില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ജീവിതം അങ്ങനെയല്ലേ? എല്ലാവരും ഓർക്കണം സഹോദരങ്ങളെ. വൽ ആഫീന അനിന്നാസ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചിട്ടുണ്ടോ ആ പദം എത്ര മനോഹരമാണെന്ന്? നമ്മൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും റബ്ബിൻ്റെ അടുത്ത് ഒരേട് നിവർത്തി വെച്ച് വായിക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ആ ഏടിൽ കാണുന്നില്ല. എന്താ കാരണം? അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ആ ഏടിൽ കാണാത്ത വിധം, നമുക്ക് കിട്ടുന്ന നമ്മുടെ റെക്കോർഡിലില്ലാത്ത വിധം റബ്ബ് മായ്ച്ചു കളയും. അതാണ് വൽ ആഫീന അനിന്നാസ്. സാധിക്കണം നമുക്ക്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്നാണോ ഈ ഒരു സാധ്യതയിലേക്ക് നമ്മൾ എത്തുന്നത്, അന്നാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമുക്ക് സ്വർഗത്തിൻ്റെ വാസന കിട്ടുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇതൊക്കെ ചെയ്യേണ്ടത് ഇഹ്സാനോടുകൂടിയായിരിക്കണം. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ എന്നാണ് അർത്ഥം. നമ്മൾ പലതും ചെയ്യൽ പെർഫെക്റ്റ് ആയിട്ടാണ്, അല്ലേ? നമ്മൾ പല സ്ഥലത്തും, ഇവിടെ ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയ സ്ഥലത്ത് വന്നിട്ട് പറയും, ഇത് ശരിയായില്ല, ഇതൊന്നും കൂടി ഇങ്ങനെ ആകേണ്ടിയിരുന്നു എന്നൊക്കെ. എന്താണത്? അത് പെർഫെക്റ്റ് അല്ല എന്നർത്ഥം. നോക്കൂ, അള്ളാഹു 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സഹോദരങ്ങളെ, മനസ്സിലാക്കി, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് അള്ളാഹു അവിടെ പറഞ്ഞാൽ, ഈ കഴിഞ്ഞ 3 കാര്യങ്ങളിലും നിങ്ങൾ പെർഫെക്റ്റ് ആകണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാന്നർത്ഥം. എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ. എന്താ ഇപ്പോൾ നമ്മുടെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുൽഹിന് വേണ്ടി ഇരുന്നാൽ പോലും സ്വീകരിക്കുകയില്ലെന്ന് കട്ടായം പറയുന്ന മനുഷ്യരായി നമ്മൾ മാറിയില്ലേ? ഒരാളും സുൽഹിന് വരാതെ മാപ്പ് കൊടുക്കാനാവുമോ? ഒരാളും പറയാതെ ദേഷ്യത്തെ അടക്കി വെക്കാനാവുമോ? ഒരാളും പറയാതെ എൻ്റെ മുമ്പിലേക്ക് റബ്ബ് കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ നമുക്കാവുമോ? എങ്കിൽ സ്വർഗത്തിൻ്റെ വാസന കിട്ടും.
റെസീറ്റുമായിട്ട് വരുമ്പോഴല്ല സഹായിക്കേണ്ടത്. അള്ളാഹ് അങ്ങനെ കൊണ്ടുവന്ന് തരും മുമ്പിലേക്ക്. അള്ളാഹു ഭയങ്കര സംഭവമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് ഇഖാമത്ത് കൊടുത്തിട്ട് നമ്മളെ ഇമാമ് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. വല്ലാത്ത വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വാക്ക് കൂടി അദ്ദേഹം പറഞ്ഞെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ കൊതിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നമസ്കരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാചകം, ഇന്ന് ഓതിയ അവസാനത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വല്ലാത്ത ഒരായത്തായിരുന്നു. വമാ അദ്റാക മാ യൗമുദ്ദീൻ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അത് പറഞ്ഞാണ് അദ്ദേഹം നിർത്തിയത്. വല്ലാത്ത വാക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പക്ഷേ ഒരു അര മിനിറ്റുള്ള ആ സംസാരം. സത്യത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പതിവായിരുന്നു അത്. ഒരു വാചകം കൂടി അദ്ദേഹം പറയുമായിരുന്നു. ഞാനത് ഇതിനോട് ചേർത്ത് പറയുന്ന ഒരൊറ്റ കാര്യം ഓർക്കാനാണ്. നമ്മളൊക്കെ ഇവിടുന്ന് പോകേണ്ടവരാ. ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം ഇന്ന് പറഞ്ഞതൊക്കെ പറയും. അതിൽ ഒരു പുതുമ തോന്നി എനിക്ക്. സുജൂദ് ചെയ്യേണ്ട രൂപം സാധാരണ എവിടെയും ആരും പറഞ്ഞു കേൾക്കാറില്ല. പക്ഷേ മനോഹരമായി എല്ലാവരും സുജൂദ് ഇപ്പം ശരിയായിട്ടുണ്ടാവുമല്ലോ. കൂട്ടത്തിലൊരു വാചകം ഉമർ ബിൻ ഖത്താബ് പറയും, സല്ലു സലാത്ത മുവദ്യ, സല്ലു സലാത്ത മുവദ്യ. ഒരു ഇമാമ് പറയാണ് തിരിഞ്ഞു നിന്നിട്ട്, നിങ്ങൾ ഇന്ന് നമസ്കരിക്കേണ്ടത് അവസാനത്തെ നമസ്കാരമായി കൊണ്ടായിരിക്കണം. ഇത് എൻ്റെ അവസാനത്തെ സംസാരമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്ര മനോഹരമായി ഇനി എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ഓരോ നമസ്കാരത്തിൻ്റെ പിന്നിലും നമുക്കതാണ് ഉണ്ടാകേണ്ടത്. ആ ഒരു വിചാരമാണ് ഉണ്ടാകേണ്ടത്. കാരണം സഹോദരന്മാരെ, നമ്മൾ പോകേണ്ടവരാണ്. സ്വർഗത്തിൻ്റെ വാസന കിട്ടിപ്പോകാൻ നമുക്ക് കഴിയണം. നാലാമതായി റബ്ബ് പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. ഒരു തെറ്റ് ചെയ്താൽ, ഒരു മോശമായ കാര്യം ചെയ്താൽ, അവരോട് തന്നെ അവരൊരു അക്രമം ചെയ്താൽ, തെറ്റ് ചെയ്യുക എന്നുള്ളതിന് അള്ളാഹുവിൻ്റെ ഭാഷ അതാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ എന്നാണല്ലോ ആദ്യം തെറ്റ് ചെയ്ത ആദമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത്. റബ്ബനാ ളലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെയാണ് അക്രമം ചെയ്തിട്ടുള്ളത്. നമ്മളറിയണം, നമ്മളോടാണ് അക്രമം ചെയ്യേണ്ടത്. നമ്മളോടാണ് അക്രമം ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ ശരീരത്തിൽ അള്ളാഹു തന്ന സമ്മാനമാണ് നമ്മുടെ റൂഹ്, ജീവൻ. ആ ജീവൻ മരിക്കുന്നില്ല. സത്യത്തിൽ നമ്മൾ ഓർക്കണം, അത് ആ ജീവൻ ബാക്കിയാവുകയാണ്. ആ ജീവൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോകുന്നുള്ളൂ, ശരീരമല്ല സത്യത്തിൽ നമ്മൾ. അതുകൊണ്ടാണ് മരിച്ചാൽ നമ്മൾ പേര് മാറ്റണത്. മരിച്ചാൽ നമ്മളാരും പേരല്ലല്ലോ പറയൽ, വേറെന്തോ അല്ലേ പറയൽ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ശരീരമല്ല നാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. ആ ജീവൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള പ്രത്യേകമായ സ്ഥലത്തേക്കാണ്. പിന്നെ നമ്മൾ എന്തിനാ സഹോദരന്മാരെ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഈ ലലമു അൻഫുസഹും എന്ന് പറയാൻ കാരണം. അതാ വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. അള്ളാഹിനെ ഓർമ്മ വരണം. അതാണ് വേണ്ടത്. അള്ളാഹുവിനെ ഓർമ്മ വരണം. അള്ളാഹുവിനെ മറക്കുന്നവരായി നമ്മൾ മാറരുതെന്ന് അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ സംഗതികളും അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കാനുള്ളതാണ്. അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ തീരുമാനിക്കണം സഹോദരങ്ങളെ. അല്ലാത്ത ഒന്നും ഉണ്ടാകരുത്. അങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും സ്വയം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വന്നാൽ സ്വാഭാവികമായി ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, ഇസ്തിഗ്ഫാർ അങ്ങനെ വരണം. ഇസ്തിഗ്ഫാർ വരേണ്ടത് അങ്ങനെയാണ്. നിസ്കരിച്ചിരുന്നിട്ട് നമ്മളറിയാതെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ പറഞ്ഞു പോകേണ്ട വാചകമല്ല അസ്തഗ്ഫിറുല്ലാഹ് എന്നത്. ഇസ്തിഗ്ഫാർ എന്നത് ഇങ്ങനെ വരേണ്ടതാണ്. നിങ്ങൾ അറിയുക, നാം ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങൾ ആ തെറ്റുകളിൽ പങ്കുചേരുന്നു. ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ ആ കോടാനുകോടി കോശങ്ങളിൽ നിന്ന് ആ തെറ്റുകൾ താഴേക്ക് വീണു പോകുന്നു. അതാണ് ഇസ്തിഗ്ഫാർ. ആരാ തെറ്റ് ചെയ്യുന്നത്? നമ്മുടെ നഫ്സ് ചെയ്ത തെറ്റാ. എല്ലാ കോശങ്ങളും അതിൽ പങ്കെടുത്തു. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുന്നതിനെ പറ്റി പോലും പറഞ്ഞു തന്നില്ലേ? എത്ര മനോഹരമായ പറഞ്ഞു തന്നത്. വുളൂ ചെയ്യുമ്പോൾ ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ സംഭവിക്കുന്നത്, ആ അവയവങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ താഴേക്ക് വീണു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, അള്ളാഹു ചെയ്തു തന്ന സംഗതി. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുക, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ആർക്കാണ് സാധിക്കുക അള്ളാഹുവിനല്ലാതെ തെറ്റുകൾ പുറത്തു തരാൻ? സഹോദരങ്ങളെ, ആ ചിന്ത നമുക്കുണ്ടാകണം. അഞ്ചാമതായി റബ്ബ് പറഞ്ഞത്, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളിൽ പിടിച്ചു നിൽക്കാത്തവരാണവർ. നമ്മൾ ആലോചിക്കണം നമ്മളെക്കുറിച്ച്. നമ്മളതാണോ? അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളിൽ പിടിച്ചു നിൽക്കാത്തവർ. ഇന്നു മുതലെങ്കിലും, ഇന്ന് രാത്രിയെങ്കിലും നമ്മൾ തീരുമാനിക്കണം സഹോദര, അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുകയില്ല എന്ന്. എങ്കിൽ സ്വർഗത്തിൻ്റെ വാസന നമുക്ക് കിട്ടും. അനസ് ബിൻ നദറിന് ഉഹദിന്റെ താഴ്വരയിൽ കിട്ടിയ വാസന കിട്ടും, ഒരു സംശയമില്ല. ഇത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുവിശേഷമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം. അവർക്കുള്ള പ്രതിഫലം റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്താണ്. വജന്നാത്തിൻ. മഗ്ഫിറത്ത് കിട്ടിയെങ്കിൽ എവിടെ എത്തൂ? സ്വർഗത്തിലെത്തൂ. സ്വർഗത്തിലെത്തണം. അങ്ങനെ സ്വർഗത്തിലെത്തിയാൽ വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നിങ്ങൾ ആലോചിക്കൂ, എത്ര തവണ കേട്ട വാക്കാണത്. നമ്മളെ കൊതിച്ചു പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കൊതിച്ചു പോയിട്ടുണ്ടോ? ഇത്തരം ഒരു ഭൂമിയിലുള്ള ഇത്തരം ഒരു സ്ഥലത്തിൻ്റെ പിക്ചർ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ ഒന്ന് അവിടെ എത്തണം എന്ന്? അല്ലേ? ആലോചിച്ച് നോക്കൂ. ബാലിയുടെ ചിത്രം കണ്ടപ്പോൾ, വിയറ്റ്നാമിൻ്റെ ചിത്രം കണ്ടപ്പോൾ, ശ്രീലങ്കയുടെ ചിത്രം കണ്ടപ്പോൾ നമ്മൾ ആഗ്രഹിച്ചില്ലേ ഒന്ന് ശ്രീലങ്കയിൽ പോകണം എന്ന്? കൊതിച്ചില്ലേ? അല്ലേ? പണമുള്ളവരൊക്കെ പോയും ചെയ്തില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ എത്ര 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 തവണയാണ് ഈ സ്വർഗത്തിന്റെ ചിത്രം വരച്ചത്? ഈ സ്വർഗത്തിന്റെ ചിത്രം നിരന്തരമായി നമ്മൾ കേൾക്കുമ്പോൾ കേട്ട് തഴമ്പിച്ചത് കൊണ്ട് ഒരു പുതുമയും ഇല്ലാത്തവരായി നമ്മൾ മാറിയില്ലേ? ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഇനി കേൾക്കണ്ടേ? അടുത്ത വാചകം ഭയങ്കര. ഖാലിദീന ഫീഹാ. ഖാലിദീന ഫീഹാ. അറിയണം, ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ യാത്ര ചെയ്താലും പോയാലും 2, 3, 4 അല്ലേ, അത്രയല്ലേ എഴുതില്ല അവരൊക്കെ പരസ്യത്തിൽ. എന്താ ഉള്ളത്? 5 രാത്രിയും 6 പകലും. ഇതോ ഖാലിദീന ഫീഹാ. ഖാലിദീന ഫീഹാ. സഹോദരങ്ങളെ, എത്തണം. അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത് ഞാൻ ഈ പറഞ്ഞത്, ഇത് അള്ളാഹു സുബ്ഹാനഹു സൂറത്ത് ആലി ഇംറാൻ വായിച്ചാൽ എല്ലാവർക്കും കാണാൻ കഴിയും. പക്ഷേ വായിക്കേണ്ടത് ഇത് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം. സഹോദരങ്ങളെ, എന്തിനാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മരിക്കാൻ ഭയപ്പെടുന്നത്? നമ്മൾ തയ്യാറാകല്ലേ വേണ്ടേ? അല്ലേ? ജീവിക്കാനാണോ നമ്മൾ തയ്യാറാകേണ്ടത്? മരിക്കാനല്ലേ? ചില ആളുകൾ പറയും ഖബർസ്ഥാനിൽ ചെല്ലുമ്പോൾ പേടിയാണ്. ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ പേടിയാണ്. നിങ്ങളെ ഖബർ പേടിപ്പിച്ചോ? നമ്മൾ ആലോചിക്കണം. നമ്മളെ പേടിപ്പിച്ചോ? ഖബറുകൾ നമ്മളെ പേടിപ്പിച്ചോ? ഉമ്മയും ഉപ്പയെയും ഖബറിലേക്ക് വെക്കേണ്ടി വന്നവരിവിടെയില്ലേ? ഉറ്റവരെയും ഉടയവരെയും ഖബറിലേക്ക് വെക്കേണ്ടി വന്നവരില്ലേ? സ്വന്തം കുഞ്ഞുങ്ങളെ ഖബറിലേക്ക് വെക്കേണ്ടി വന്ന ഉപ്പമാരിവിടെയില്ലേ? സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അവസാന ചുംബനം നൽകിയ ഉമ്മമാരിവിടെയില്ലേ? പേടിയായോ നിങ്ങൾക്ക്? എന്തിനാ സഹോദരന്മാരെ പേടിക്കണത്? പേടിക്കരുത്. നമ്മൾ ഖബറിനെ പേടിക്കരുത്, പേടിക്കണ്ട. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒന്നാമത്തെ കാരണം അതാണ്. റസൂലുള്ള പറഞ്ഞു തന്നു, അൽ ഖബ്റു റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അല്ലേ? സ്വർഗത്തിൽ നിന്നുള്ളൊരു തോപ്പാണ് ഖബർ. പിന്നെ പേടിക്കണോ? പേടിക്കണ്ട. പേടിക്കല്ല വേണ്ടത്. എൻ്റെ ഖബർ അങ്ങനെയാകണേ എന്ന് പ്രാർത്ഥിക്കണം. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആഗ്രഹിക്കണം, കൊതിക്കണം, പേടിക്കണ്ട. രണ്ടാമത്തെ കാരണം സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ദഖലൽ മുഅ്മിനു ഖബ്റഹു യഖൂലുല്ലാഹു ലിൽ മലായിക
ഉഫ്റുഷൂ ലിഅബ്ദി മിനൽ ജന്ന വഫ്തഹൂ ലഹു ബാബൻ മിനൽ ജന്ന. ഒരടിമയെ ഖബറിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗത്തോട് കൽപ്പിക്കും, ഉഫ്റുഷൂ ലിഅബ്ദി മിനൽ ജന്ന, എൻ്റെ അടിമക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കാർപ്പറ്റ് വിരിച്ചു കൊടുക്കണമെന്ന്. ഫുർഷ് നിങ്ങൾക്കറിയില്ലേ? കാർപ്പറ്റാ, സ്വർഗത്തിലെ കാർപ്പറ്റാ ഖബറിലുള്ളത്. നിങ്ങളാ കണ്ട മണ്ണല്ല അത് വേറെ സാധനം. തീർന്നില്ല, അടുത്ത വാചകം വഫ്തഹൂ ലഹു ബാബൻ മിനൽ ജന്ന, ആ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കൂ. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്ത് മനോഹരമായിരിക്കും ആ അനുഭവം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതല്ലേ? അല്ലാഹുമ്മ ഫ്തഹ് ഇലാ ഖബ്രി ബാബൻ മിനൽ ജന്ന എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ ഖബറിനെ പേടിക്കുകയാണോ? മൂന്നാമതായി നമ്മൾ ഓർക്കണം സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് പറഞ്ഞു, യുഫ്തഹു ലിൽ മുഅ്മിനി ബാബുൻ മിൻ അബ്വാബിൽ ജന്ന, ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ തുറക്കപ്പെടും. ഫയഅതീഹി മിൻ നസീബിഹാ വയശുമ്മു റായിഹതഹാ. നസീം നിങ്ങൾക്കറിയാം? നസീം എന്ന് പറഞ്ഞാൽ മന്ദമാരുതനാണ്. സ്വർഗത്തിലെ മന്ദമാരുതൻ നമ്മുടെ ഖബറിലേക്ക് വരും. സ്വർഗത്തിൻ്റെ വാസന ഖബറിൽ നമുക്ക് ലഭിക്കും. ഇതല്ലേ ആഗ്രഹിക്കേണ്ടത്? മരിച്ചവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷിച്ചോ സഹോദരങ്ങളെ? ദുഃഖിക്കരുത്, സന്തോഷിച്ചോ, അതാണ് വേണ്ടത്. നാലാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയുടെ ഖബർ അള്ളാഹു വിശാലമാക്കിക്കൊണ്ടിരിക്കും. എത്ര വിശാലം എന്നറിയോ? തനിക്കിരിക്കാനുള്ള സ്വർഗത്തിലെ ഇരിപ്പിടം നോക്കിക്കാണാവുന്ന അത്ര വിശാലം. അതെത്രയായിരിക്കും? നമ്മൾ പേടിക്കരുത് സഹോദരന്മാരെ, പേടിക്കരുത്. നിങ്ങൾക്കറിയോ? അഞ്ചാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖബറിൽ സ്വർഗത്തിലുള്ള വസ്ത്രം നമുക്ക് അണിയിക്കപ്പെടും എന്ന്. നമ്മൾ ഉമ്മാനിപ്പേനൊക്കെ കൊണ്ടേക്ക് എടുത്തിയത് ഒരു വെള്ള കഫം പുടവേലല്ലേ? അതും നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏറ്റവും ലളിതമായ വസ്ത്രമായിരിക്കണം കഫന് ഉപയോഗിക്കേണ്ടതെന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? മാറ്റാനുള്ളത്. അതുകൊണ്ടാണ്. ഭയങ്കര സംഭവമല്ലേ? സ്വർഗത്തിലെ വസ്ത്രമാണ് നമുക്ക് ഖബറിലുള്ളത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുനവ്വിറു ഖബ്റൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ഖബർ. നമ്മൾ ഇന്ന് നിങ്ങളിവിടെ സാഹിത്യ സമ്മേളനത്തിലെ പാട്ട് കേട്ട് ഞാൻ, ഭയങ്കരമായിരുന്നു പാട്ട്. മരണത്തെക്കുറിച്ചൊക്കെ പാടിയല്ലോ. പാട്ടിലുള്ളത് പേടിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. ഖബറിൽ ഇരുട്ടല്ല, നമുക്ക് പ്രകാശമാണ്. വലിയ പ്രകാശമുണ്ടാവും ഖബറിൽ. അവിടെ ഇരുട്ടല്ല. നമ്മുടെ ഖബർ ഇരുട്ടേണ്ട ഖബറല്ല. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ വേറെ പറഞ്ഞോ, നമ്മളോട് പറഞ്ഞതല്ല അതൊന്നും. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും നമ്മളോട് പറഞ്ഞതല്ല, നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഖബറിനെ പേടിച്ചു പോകരുത്. മരിക്കാൻ പേടിക്കരുത്. മരിക്കാനുള്ള പേടി ഖബറിൽ പോകണം എന്നുള്ള പേടിയാണ്. അപ്പോൾ ഖബറിനെ പേടിക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഖബറിൽ സമാധാനം നൽകുമെന്ന് നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. ബാക്കി നിങ്ങൾക്ക് അറിയുന്നവരാണല്ലോ, ഓദിക്കോ. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. അതല്ലേ? വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതി കുൻതും തുഅദൂൻ. ഈ റൂഹ് അല്ലാഹു തആല തിരിച്ചെടുത്താൽ ആ റൂഹിന് കിട്ടുന്ന അനുഭവങ്ങൾ എത്ര മനോഹരാന്നറിയോ? അതായി പറഞ്ഞത്, വഅബ്ശിറൂ ബിൽ ജന്ന. സ്വർഗത്തെക്കുറിച്ചുള്ള സുവിശേഷം അള്ളാഹു അറിയിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിക്കാനല്ല പേടിക്കേണ്ടത്, ഖബറിലേക്ക് പോകാനല്ല പേടിക്കേണ്ടത്. മറിച്ച് സഹോദരന്മാരെ, നമുക്ക് സാധിക്കേണ്ടത് ഇതിനൊരുള്ള പ്രിപ്പറേഷനാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അരുമ ശിഷ്യനാണ്. ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ച മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം. സൂറത്തുൽ ഫജ്റിലെ അവസാനത്തെ വാചകത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. അതല്ലേ മരണം? ശാന്തമടഞ്ഞ മനസ്സിൻ്റെ ഉടമയെ എന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട് അല്ലാഹു. നമ്മൾ ശാന്തിയോടുകൂടിയാണ് മരിക്കേണ്ടതെന്നർത്ഥം. അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്
ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, തഅതീഹി സഅത്തുൽ വഫാ വഖദ് ഇർതഖത് നഫ്സഹാ ഫിൽ ഹയാതി മിനൻ നഫ്സിൽ അമ്മാറ ബിസ്സൂഇ ഇലൻ നഫ്സിൽ ലവ്വാമ. മരണത്തിലേക്ക് നമ്മൾ എത്തുന്ന രംഗം അദ്ദേഹം പറയുന്നത്, ഈ ആയത്ത് വായിച്ചിട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന ആയത്ത് വായിച്ചിട്ട് ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് വാ എന്ന് പറഞ്ഞ് റബ്ബ് വിളിക്കുന്ന ആ വിളിയുണ്ടല്ലോ, ആ വിളി യഥാർത്ഥത്തിൽ നമ്മെ കൊണ്ട് ചെന്നെത്തിക്കേണ്ടത് സങ്കടത്തിലേക്കല്ല, ദുഃഖത്തിലേക്കല്ല, മറിച്ച് നമ്മുടെ സംസ്കരണത്തിലേക്കായിരിക്കണം. ആ സംസ്കരണം എങ്ങനെയാണ്? നമ്മുടെയൊക്കെ മനസ്സുള്ളത് ഇപ്പോൾ അന്നഫ്സുൽ അമ്മാറതു ബിസ്സൂ എന്ന മനസ്സാണ്. തെറ്റ് ചെയ്യാൻ വേണ്ടി നിരന്തരം പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ്. അതിൽ നിന്ന് നമ്മൾ എത്തേണ്ടത് രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ് ഇലൻ നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സിലേക്കായിരിക്കണം. നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് അതാണ്. മനസ്സിൻ്റെ ഒറിജിനൽ ഭാവം എന്ന് പറയുന്നത് അൽ അമ്മാറതു ബിസ്സൂ, തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഖുത്ബയിലും പ്രാർത്ഥിച്ചത് വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ. ആരാ അല്ലാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കുക, ഞങ്ങളെല്ലാവരും ഇതാ ഞങ്ങളുടെ നഫ്സിൻ്റെ, ഞങ്ങളുടെ മനസ്സിൻ്റെ തിന്മകളിൽ നിന്ന് ഞങ്ങൾ കാവലിനെ തേടുന്നു എന്ന്. ഓർക്കണം സഹോദരന്മാരെ, നമ്മളെത്തേണ്ടത് അന്നഫ്സുൽ ലവ്വാമ എന്ന, കുറ്റപ്പെടുത്തണം. ഞാനാ ചെയ്തത് തെറ്റായോ, അത് ശരിയായില്ലേ, ഞാനാ പറഞ്ഞ വാചകം കൂടിയോ നമുക്ക് തോന്നണം. സുമ്മ ഇലൻ നഫ്സിൽ മുൽഹിമ, പിന്നീട് നമ്മളെത്തേണ്ടത് നഫ്സുൽ മുൽഹിമയിലേക്കാണ്. അഥവാ നന്മകൾ ചെയ്യാൻ നമ്മെ തോന്നിപ്പിക്കുന്ന മനസ്സിലേക്ക് എത്തണം. നന്മകൾ ചെയ്യാൻ നമുക്ക് ഇൽഹാം തരുന്ന മനസ്സിലേക്ക്. അങ്ങനെ നാലാമത്തെ സ്റ്റേജിൽ നമ്മളെത്തേണ്ടത് ഇലൻ നഫ്സിർ റാദിയ. അതാണെന്ത്? അതാണ് ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ എന്ന് പറഞ്ഞത്. തൃപ്തിപ്പെടുന്ന മനസ്സിലേക്ക് എത്തണം. ഞാൻ വീണ്ടും ചോദിക്കുന്നു, എൻ്റെ സംസാരം തുടങ്ങുമ്പോൾ നമുക്ക് തൃപ്തി ഉണ്ടായിരുന്നോ? നമുക്ക് അള്ളാഹുവിനെ കാണാൻ തൃപ്തി ഉണ്ടാകണം. തൃപ്തിയുള്ള മനസ്സിലേക്ക് എത്തണം. അള്ളാഹ് വിളിക്കുന്നത് അങ്ങനെയാണ്, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ, അങ്ങനെ വരണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. റാദിയത്തായ നഫ്സിലേക്ക് എത്തണം. നമ്മൾ നോക്കണം നമ്മുടെ നഫ്സിലേക്ക് നാം റാദിയത്താണോ. സുമ്മ ഇലൻ നഫ്സിൽ മർദിയ, പിന്നീട് അള്ളാഹു തൃപ്തിപ്പെടുന്ന നഫ്സിൻ്റെ ഉടമകളാകാൻ സാധിക്കണം. നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടും. അത് ഭയങ്കര എളുപ്പമുള്ള ഒരു സ്റ്റേജ്, അടുത്ത സ്റ്റേജ്. അങ്ങനെ വന്നാൽ, അതാണ് അള്ളാഹു പറയുന്നത്, അങ്ങനെ വന്നാൽ അവസാനത്തെ സ്റ്റേജ് നമ്മൾ ആലോചിക്കേണ്ടത് അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അത് അന്നഫ്സുൽ മുത്മഇന്ന എന്ന സ്റ്റേജാണ്. അതാണ് അള്ളാഹു വിളിച്ചത് യാ അയ്യുഹൻ, ഓക്കെ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് വിളിച്ചത് അതാണ്. നോക്കൂ, എത്ര സ്റ്റെപ്പ് കഴിഞ്ഞു പോയി, എത്ര സ്റ്റെപ്പുകൾ. ഇതൊക്കെ നമുക്ക് പോകാനുള്ള സ്റ്റെപ്പാ. അവസാനം നമ്മൾ എത്തണം ആ സ്റ്റെപ്പിലേക്ക്, എന്നിട്ടേ നമ്മൾ മരിക്കൂ. അപ്പൊ നോക്കൂ, അറിയേണ്ടത് ആ മുത്മഇന്നായ നഫ്സിലേക്ക് എത്താനാണ് അള്ളാഹു നമുക്കൊരു രോഗം തന്നിട്ടുണ്ടെങ്കിൽ, വേദന തന്നിട്ടുണ്ടെങ്കിൽ, പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും, അല്ലാതെ വേറൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞത് എന്താ? ഇർജിഇ ഇലാ റബ്ബികി എന്ന വല്ലാത്തൊരു വാക്കാണത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇലാ റബ്ബികി എന്നാ പറഞ്ഞത്, ഇലല്ലാ എന്നല്ല പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ഇലല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല പറഞ്ഞത്. ഇലാ റബ്ബിക്ക്, നിന്റെ സ്വന്തം റബ്ബിലേക്ക്, നിന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ വളർത്തുന്നവനിലേക്ക്. അതാണല്ലോ റബ്ബ്. ഭയങ്കരല്ലേ? ഇനി നിങ്ങൾ പറയും, സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടാകേണ്ടത്? ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അടുത്ത വാചകമാണ് എന്ത്? ഈ സ്റ്റെപ്പൊക്കെ കടന്നു പോയാൽ ഫദ്ഖുലി ഫീ ഇബാദി. അതേതാ? എൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിലേക്ക് വന്നോ. അതാരാ? വദ്ഖുലി ജന്നതി. അതാണ് ഭയങ്കര സംഭവമാണ്. സ്വർഗം നമ്മളെ വിളിക്കുന്നുണ്ട് സഹോദരന്മാരെ. നമ്മൾക്ക് പോകാനാവണം. പോകാൻ നമ്മൾ മരണത്തെ പേടിക്കല്ല വേണ്ടത്. നമ്മൾ സ്വർഗത്തിലേക്കുള്ള ആളുകളായി അതിനുള്ളൊരു പ്രിപ്പറേഷൻ തുടങ്ങണം സഹോദരങ്ങളെ. ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മളൊരു മാറുക എന്നതാണ്. ഇങ്ങനെ നമ്മൾ മാറണം. എന്നിട്ട് രണ്ടാമതായി ഓർക്കേണ്ടത്, നമ്മൾ മുവഹിദുകളാകണം. കറകളഞ്ഞ തൗഹീദിൻ്റെ ആളുകളാകണം. യഖീനുള്ള തൗഹീദിൻ്റെ ആളുകളാകണം.
യഖീൻ ഒരു വിഷയമാണ്. ഇപ്പോൾ തൗഹീദിൻ്റെ വിഷയത്തിൽ പോലും മുജാഹിദുകൾക്ക് സംശയം വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റസൂലുള്ള പറഞ്ഞതില്ല, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂഖിനൻ, വല്ലാത്തൊരു വാക്കാണത് യഖീൻ. ഒരുപാട് നേരം പറയേണ്ടതാ യഖീൻ, വലിയൊരു വിഷയമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ഒരുപാട് വിവരിച്ചു തന്നിട്ടുണ്ട്. ഈ യഖീൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വാദപ്രതിവാദം നടത്തുന്നത്. എന്തിന് മറ്റവർ കേൾക്കോ ഇവർ കേൾക്കോ എന്നൊക്കെ. നമ്മളതൊന്നും ചർച്ച ചെയ്യേണ്ട ആളുകളേ അല്ല. അത്തരം ചർച്ചകളൊക്കെ അവസാനിപ്പിക്കണം നമ്മൾ. ഇവരോടൊക്കെ സലാം പറയേണ്ട സമയം കഴിഞ്ഞു. ഇവരൊക്കെ ജാഹിലുകളാ. ജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവനല്ല, വിവരമില്ല എന്ന് സ്വയം വിവരമില്ലാത്തവനാണ്. സലാം പറയേണ്ട സമയം കഴിഞ്ഞു. ഒക്കെ നിർത്തിവെക്ക. നമുക്ക് നമ്മളെ ഒന്ന് സ്വർഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ നോക്കണം നമ്മുടെ ഉള്ളിലേക്ക് അള്ളാഹു അല്ലാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നമുക്കുണ്ടാകാൻ പാടില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തൗഹീദ്, അതാണ് മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന എന്ന് പറയും. അതാണ് മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതെ, ചുറ്റുഭാഗത്തും മക്കളും മൗലവിമാരും മുസ്ലിയാക്കന്മാരും ഇഷ്ടപ്പെട്ടവരും എല്ലാവരും നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തന്നാലും ചൊല്ലാൻ കഴിയൂല മക്കളെ, കഴിയില്ല. അത് ചെല്ലണമെങ്കിൽ തൗഹീദ് അടിയുറക്കണം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ തൗഹീദ് അടിയുറക്കാൻ വേണ്ടിയാണ്. പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് പറയേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് ഒരു സ്ഥാപനമാണല്ലോ. അതുകൊണ്ട് ഇന്നിവിടുന്ന് ബിരുദം വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമുണ്ട്. ഒരു വാക്ക് സ്വർഗവുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വല്ലാത്ത ഒരു സുവിശേഷമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. വല്ലാത്തൊരു വാക്കാ. മൻ സലക ത്വരീഖൻ. എൻ്റെ കുട്ടികളൊക്കെ അവരുടെ എല്ലാവരും എഴുതി വെക്കണം. എവിടെയാണ് നിങ്ങൾ ആപ്തവാക്യങ്ങളൊക്കെ എഴുതി വെക്കാറുള്ളത് അവിടെ എഴുതി വെക്കണം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ. ഇൽമിനെ അന്വേഷിക്കുന്ന, വിജ്ഞാനം അന്വേഷിക്കുന്ന ഒരു വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു, അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കും, ബിഹി അക്കാരണത്താൽ, ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി. ഇത് കേവലം സർട്ടിഫിക്കറ്റിനല്ല, കേവലം കോൺവക്കേഷനുകൾ നടത്താനല്ല. അതിനാകരുത്. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇൽമിൻ്റെ കേന്ദ്രങ്ങളാകണം. കേന്ദ്രങ്ങളാണ്. എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഈ കോളേജിനൊരു പ്രിൻസിപ്പളുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ ഡോക്ടർ എന്നൊന്നും വിളിച്ച് കളിയാക്കരുത്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ മകനാണ് അദ്ദേഹം. ആ സുഹൃത്ത് ഇപ്പോൾ അടുത്ത് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നിങ്ങളുടെ പ്രിൻസിപ്പള് മഹാപണ്ഡിതനാണ്. ഒരുപാട് വിശാലമായി വിജ്ഞാനമുള്ള, വായിക്കാൻ കഴിവുള്ള, കിതാബുകൾ തിരിയുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഈ കോളേജിലെ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി തരുന്ന അക്കാഡമിക്കൽ സിലബസുകളിൽ ഒതുങ്ങി നിൽക്കരുത്. ആ സിലബസുകൾ നമ്മളെ പറ്റിക്കാനുള്ളതാണ് കുട്ടികളെ. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാനിതൊരു സ്റ്റേജിൽ വെച്ച് പരസ്യമായാണ് പറയുന്നത്. ഇത് മാത്രമല്ല, എല്ലാ സിലബസുകളും നമ്മളെ പറ്റിക്കാനുള്ളതാണ്. വിജ്ഞാനം നമുക്ക് വേറെ കിട്ടണം. അതെല്ലാവർക്കും അറിയാലോ. ഏത് സയൻസ് പഠിച്ചവരും അവർ പഠിച്ച സയൻസിൽ അതിൽ പ്രമുഖരാകണമെങ്കിൽ, അതിൽ സ്മാർട്ടാകണമെങ്കിൽ വേറെ പുറത്തൊക്കെ പോയി കുറച്ച് പഠിക്കണം. യൂണിവേഴ്സിറ്റി സിലബസ് പഠിച്ച് സ്മാർട്ടാകാം എന്ന് വിചാരിച്ച് ആരും ഇരിക്കണ്ട. പ്രത്യേകിച്ച് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾക്കിവിടെ സൗകര്യങ്ങളുണ്ട്, ഉപയോഗപ്പെടുത്തണം. ആ സൗകര്യം സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴിയാണെന്ന് ഓർക്കണം. അത് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ സ്വർഗത്തിൽ വെച്ച് കൊണ്ടുമുട്ടുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതൊരു വിശാലമായ വിഷയമാണ്. ഞാനൊരു സൂചന മാത്രമാണ് തന്നത്. നിങ്ങളൊക്കെ ഇന്ന് രാത്രി കിടക്കപ്പായയിൽ പോയി കിടക്കുന്ന സമയത്ത് ആലോചിക്കണം,
എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന്. മാറ്റത്തിന് വേണ്ടി കൊതിക്കണം, ആഗ്രഹിക്കണം. ഞാൻ നിങ്ങളോട് മനസ്സിൻ്റെ വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ പറഞ്ഞില്ലേ, അതിൽ അവസാനത്തെ മനസ്സിൻ്റെ ഉടമകളാകണം ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ. ഇതിന് കാത്തു നിൽക്കേണ്ട ആരും. ഇന്ന് രാത്രിയോടുകൂടി ആകണം നമ്മൾ എത്തേണ്ടത്. നഫ്സുൻ മുത്മഇന്നയിലായിരിക്കണം. സഹോദരങ്ങളെ, നമ്മൾ സമാധാനം അടയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മളല്ല സൂര്യനെ തിരിക്കുന്നത്, നമ്മളല്ല ഭൂമിയെ തിരിക്കുന്നത്. അത് തിരിക്കുന്നവൻ, അത് ഉദിപ്പിക്കുന്നവൻ, അസ്തമിപ്പിക്കുന്നവൻ അവിടെ ഉണ്ട്. അവനാ ചെയ്യുന്നത്. നമുക്കൊരു റോളുമില്ല, ഒരു റോളുമില്ല സഹോദരന്മാരെ. നമ്മൾ മനസ്സിലാക്കുക, നമ്മളിവിടെ സത്യത്തിൽ നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ഒരു പരീക്ഷ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാ. ഈ പരീക്ഷയിൽ പാസ്സായി പോകണം. പാസ്സായി പോയാൽ അള്ളാഹു വലിയ സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സമ്മാനത്തെക്കുറിച്ച് അള്ളാഹു ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നുസുലം മിൻ ഗഫൂരിർ റഹീം. നുസുലം മിൻ ഗഫൂരിർ റഹീം. ഗഫൂറായ, എല്ലാം പൊറുക്കുന്ന, എല്ലാം മായ്ച്ചു കളയുന്ന, ഉടയവനായ റബ്ബിൻ്റെ സൽക്കാരം. ആ സൽക്കാരത്തിൻ്റെ പേരാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് എത്തണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാ ദിവസവും എല്ലാവരും ചുരുങ്ങിയത് 2 തവണയെങ്കിലും, ചുരുങ്ങിയത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ സ്വർഗത്തെ ചോദിക്കണം. നബിയുടെ കൽപ്പനയാണത്. സ്വർഗത്തെ ചോദിക്കണം, നരകത്തിൽ നിന്ന് രക്ഷ തേടണം. എന്ത് ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് അറിയണ ഭാഷയിൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്നെ പറയണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു ചോദിക്കണം സഹോദരന്മാർ. എല്ലാവരും നമസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് പാരായണം ചെയ്യണം. മരിച്ചാൽ പിന്നെ സ്വർഗത്തിലാ, ഒരു സംശയം വേണ്ട. ഇതൊക്കെ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ സംസാരവും ഈ ഇരുത്തവും അള്ളാഹുവിൻ്റെ തുലാസിൽ കനം തൂങ്ങുന്ന ഖിയാമത്ത് നാളിൽ നമുക്കനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കാര്യമായി നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.